അങ്ങനെ ഇന്നൊരു ഡെസേർട്ട് സഫാരിക്ക് പോകാനായിട്ട് റെഡി ആയിട്ട് ഇറങ്ങാണ് കേട്ടോ. അപ്പോൾ ഡെസേർട്ടിലേക്ക് പോകുന്നതുകൊണ്ട് നല്ല തണുപ്പൊക്കെ ആയിരിക്കും, നല്ല തണുത്ത കാറ്റൊക്കെ ഉണ്ടാവും എന്നുള്ളതിൽ കുട്ടികൾക്കൊക്കെ അവരുടെ ജാക്കറ്റും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കായിരുന്നു. നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് ഒരു വീക്കെൻഡിലല്ല, വീക്ക് ഡേയ്സിലായിരുന്നു. അതുകൊണ്ട് തന്നെ തിരക്ക് വലിയതായിട്ട് ഉണ്ടാവില്ലല്ലോ എന്നുള്ളൊരു സമാധാനത്തിലാണ് നമ്മൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഒരു ഉച്ച കഴിഞ്ഞൊരു 2 o'clock ഒക്കെ കഴിഞ്ഞപ്പോഴാണ് നമ്മൾ ഇറങ്ങിയത്. കാരണം നമ്മളുടെ ഒരു പിക്കപ്പ് പോയിന്റ് പറഞ്ഞിട്ടുണ്ട്, ആ മോളിൻ്റെ അവിടേക്കാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഒരു മോസ്കിൻ്റെ ഭാഗം എത്തുമ്പോൾ അതെപ്പോൾ ഇതിൻ്റെ ഫ്രണ്ടിൽ കൂടെ പോയാലും ഈ ഒരു വീഡിയോ എടുക്കാൻ തോന്നും കേട്ടോ. കാരണം അത്രയ്ക്ക് ഭംഗിയല്ലേ അത് കാണാനായിട്ട്. അങ്ങനെ ആ ഒരു പള്ളിയുടെ ഭംഗിയൊക്കെ ഇങ്ങനെ ആസ്വദിച്ച് ഫോട്ടോസില്ല, വീഡിയോ ഇങ്ങനെ പോകുന്നതിൻ്റെ ഇതിലെടുക്കായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ മെയ്സാദ് അങ്ങനെ എന്തോ തോന്നുന്നു മോളിൻ്റെ പേര്, നമ്മുടെ മുസഫയിലുള്ള മാളാണ്. അങ്ങനെ അവിടേക്ക് എത്തി. അപ്പോൾ ഇവിടെ ഒരു പിക്കപ്പ് പോയിൻ്റ് ഉണ്ട്. അപ്പോൾ നമ്മളിവിടെ നിൽക്കുമ്പോൾ അവരുടെ ആ ഒരു ടൈം ആകുമ്പോൾ ഇവിടെ എത്തുമ്പോൾ നമുക്ക് അതിൽ കയറി അവരുടെ വണ്ടി വരും. അങ്ങനെ നമ്മൾ കയറിയിട്ട് അവർ നമ്മളെ ഡെസേർട്ടിന് അവിടേക്ക് കൊണ്ടുപോകും. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, നമ്മൾ ഇതിന് മുന്നൊക്കെ പോയിട്ടുണ്ടെങ്കിലും എല്ലാ പ്രാവശ്യവും നമ്മൾ ദുബായിൽ നിന്നാണ് കേട്ടോ പോയിട്ടുള്ളത്. അപ്പോൾ അബുദാബിയിലത്തെ ഡെസേർട്ട് സഫാരി എങ്ങനെയുണ്ടെന്നാണ് നമ്മൾ നോക്കാൻ പോണത്. അങ്ങനെ നമ്മുടെ യാത്ര തന്നെ വലിയൊരു ദുരിതം പിടിച്ചതായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. കാരണം നമ്മൾ പോയി ഒരു കുറച്ച് ദൂരം കഴിഞ്ഞ് പിന്നെ അടുത്തൊരു പിക്കപ്പ് പോയിൻ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ അവിടെ എത്തിക്കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ വണ്ടിയുടെ ടയർ പഞ്ചറായി. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഈ ടയർ മാറ്റി വയ്ക്കണതിൻ്റെയും അതിൻ്റെയൊക്കെ പണിയുടെ ഇതൊക്കെ ആയിട്ട് നമ്മുടെ കുറച്ച് സമയം ഒരു 1 മണിക്കൂറിനടുത്ത് തന്നെ വേണമെങ്കിൽ പോയെന്ന് പറയാം. അങ്ങനെ അതൊക്കെ റെഡി ആക്കിയിട്ട് പിന്നെയും നമ്മുടെ യാത്ര തുടങ്ങി. ഇതിപ്പോൾ നമ്മൾ 2 ആൾ മാത്രമാണെങ്കിൽ ഇത്ര ബുദ്ധിമുട്ടുണ്ടാവില്ല. പക്ഷേ ഈ കുട്ടികളും കൂടി ആയിട്ട് പോകുമ്പോൾ അവരുടെ ക്ഷമയൊക്കെ നശിച്ചു കേട്ടോ. അങ്ങനെ ആ യാത്രയൊക്കെ കഴിഞ്ഞ് അവസാനം നമ്മളത് ആ ഡെസേർട്ടിന് അവിടെ എത്തിയിട്ടോ. ഫസ്റ്റിൽ ഈ ഡെസേർട്ടിന് അവിടേക്കൊക്കെ വരാമെന്ന് പറയുമ്പോൾ ശരിക്കും ഒരു സ്വപ്നമായിരുന്നു. ഇപ്പോഴും അതുപോലെ ഇഷ്ടമാണ്. പക്ഷെ അന്നെന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഫസ്റ്റിൽ സിനിമയിലൊക്കെ മാത്രമേ കണ്ടിട്ടുള്ളൂ, ഓരോ പാട്ടിലും അങ്ങനെയൊക്കെയാണ് ഈ ഡെസേർട്ട് കണ്ടിട്ടുള്ളത്. അങ്ങനെ ആ ഒരു നേരിട്ട് ആ ഒരു സ്ഥലത്തെത്തിയപ്പോൾ അതിൻ്റെ ഭംഗി എന്ന് പറഞ്ഞാൽ, പിന്നെ പ്രത്യേകിച്ച് നമ്മളൊരു വീക്ക് ഡേയിലായതുകൊണ്ട് വലിയ തിരക്കില്ല കേട്ടോ. ഇനിയിപ്പോൾ വീക്കെൻഡിലൊക്കെ ആണെങ്കിൽ പ്രത്യേകിച്ച് ഇപ്പോൾ ഈ വിൻ്റർ ടൈം ആയതുകൊണ്ട് ഒട്ടുമിക്ക എല്ലാ ആളുകളും ഈ ഡെസേർട്ട് സഫാരിക്ക് വരുമ്പോൾ നല്ല തിരക്കുണ്ടാവും. ഇതിപ്പോൾ തിരക്കും കുറവായതുകൊണ്ട് നല്ല ഭംഗിയിൽ നമുക്ക് ആസ്വദിക്കാനൊക്കെ പറ്റുന്നുണ്ട്. അപ്പോൾ ഈ ഇതിന് മേലേക്ക് കയറാനുള്ള പാടാണ്. കാരണം നല്ല മണ്ണായതുകൊണ്ട്, മണൽ പോലെ ആയതുകൊണ്ട് കയറാൻ പറ്റണില്ല. പിന്നെ എല്ലാവരും ഓരോ ഡ്രസ് കോഡൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്, ഇങ്ങനെ ഓരോ ഗ്യാങ്ങൊക്കെ ആയിട്ട്. എപ്പോഴും ഈ ഒരു ഡെസേർട്ടിന് ഇങ്ങനെ ഈ മടക്ക് പോലെ ഇങ്ങനെ ആ കാറ്റിൻ്റെ ഇതിൽ ആ ഒരു മണ്ണ് വന്നിങ്ങനെ കിടക്കുന്ന ആ ഒരു ഇതുണ്ടല്ലോ, അതെപ്പോഴും ഭയങ്കര ഇഷ്ടമാണ്. ഡെസേർട്ട് എന്ന് പറയുമ്പോൾ അങ്ങനെ. ഇപ്പോൾ നമ്മൾ ഇവിടെയൊക്കെ ആണെങ്കിൽ ഇതുപോലെ കുറേ ആളുകൾ കയറി ഇറങ്ങുന്ന കാരണം എല്ലാവരുടെ കാൽപ്പാടും കാര്യങ്ങളായിട്ട് ആ ഒരു ഡെസേർട്ടിൻ്റെ ഭംഗിയിൽ കിടക്കുന്ന ഭാഗങ്ങൾ ആരും കയറാത്ത സ്ഥലങ്ങളായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങൾ കാണുമ്പോൾ അതിങ്ങനെ കാറ്റിൻ്റെ ഇതിൽ ആ ഒരു മണ്ണിങ്ങനെ വന്ന് കിടക്കുന്നത് കാണാൻ നല്ല ഭംഗിയുണ്ടല്ലോ. അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോസ് എടുക്കായിരുന്നു. പിന്നെ കറക്റ്റ് നമ്മളിവിടെ വരുമ്പോൾ ഡെസേർട്ട് സഫാരിക്ക് വരുമ്പോൾ അവർ ആ ഒരു സൺസെറ്റിൻ്റെ ആ ഒരു സമയത്ത് എത്തുന്നതുകൊണ്ട് തന്നെ നമുക്ക് നല്ല ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാൻ ഇഷ്ടമുള്ളവർക്ക് ഒരുപാട് എടുക്കാൻ പറ്റും. നമ്മളിവിടെ നല്ല തണുപ്പായിരിക്കും ഡെസേർട്ടല്ലേ എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഇതുപോലൊരു ഡ്രസ്സിങ്ങിലൊക്കെ വന്നത്. ഇല്ലായിരുന്നെങ്കിൽ എന്തെങ്കിലും ഒരു എന്താ പറയുക, ഒരു മാക്സി ടൈപ്പ് പോലത്തെ ഡ്രസ്സ് ഇടാനായിരുന്നു കൂടുതൽ ഇഷ്ടം. പക്ഷേ ഇനിയിപ്പോൾ ഈ ഒരു സമയമായതുകൊണ്ട് തണുപ്പായി കഴിഞ്ഞ് കഴിഞ്ഞാൽ തണുപ്പടിച്ചിട്ട് ഇനി വേറെ അസുഖങ്ങളൊന്നും വരണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ജീൻസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അതിന് മുകളിലൊക്കെ കയറിയിട്ട് നമ്മുടെ ഫോട്ടോസൊക്കെ എടുത്തിട്ട് നമ്മളതിൻ്റെ താഴെ ഇറങ്ങുമ്പോൾ അവിടെ കുറേ ആക്ടിവിറ്റീസ് ഇങ്ങനെ നടക്കുന്നുണ്ട്. അങ്ങനെ നോക്കി വന്നപ്പോഴാണ് ഈ ഒരു കുഞ്ഞൊരു ക്യാമലിനെ കണ്ടത്. അപ്പോൾ ഈ ക്യാമൽ റൈഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അധികം ദൂരമില്ല, ആ ഒരു ചെറിയൊരു ഭാഗത്ത് മാത്രമേ അതിങ്ങനെ ചുറ്റണുള്ളൂ. പക്ഷേ കുട്ടികൾക്ക് കയറാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മെയിനായിട്ട് പോയത്. അപ്പോൾ ഫ്രീ ആയിട്ടുള്ള ഒരു ക്യാമൽ റൈഡാണ് കേട്ടോ. മറ്റുള്ള റൈഡുകളൊക്കെ നമുക്ക് എന്താ പറയുക, കുറച്ച് ഭാഗങ്ങളായിട്ട് പോവുമായിരിക്കും, പക്ഷെ നമുക്കത് ഫ്രീ ഒന്നുമല്ല. അപ്പോൾ എന്തായാലും ഫ്രീ ആയിട്ട് അവർക്കൊന്ന് കയറിയോന്ന് ചോദിച്ചാൽ കയറി എന്നുള്ളതിന് വേണ്ടിയിട്ട് മാത്രമായതുകൊണ്ട് ഇതന്നെ ധാരാളം. അങ്ങനെ അന്നമ്മുവാണ് ഫസ്റ്റ് കയറിയത്. അപ്പോൾ അന്നമ്മുവിന് കയറിയിരുന്നപ്പോൾ ഫസ്റ്റിൽ പേടിയൊക്കെ തോന്നി. അങ്ങനെ കുറച്ച് നേരമൊക്കെ ഇരുന്ന് പിന്നെ അത് ഇങ്ങനെ പോയി തുടങ്ങിയപ്പോൾ ആൾക്കും ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ അതിങ്ങനെ എന്താ പറയുക, ഒരു ചെറിയൊരു ഇങ്ങനെ കുതിരപ്പുറത്ത് പോകുന്ന ഒരു ചെറിയൊരു ഇതുപോലെയൊക്കെ തോന്നിയപ്പോൾ ഇഷ്ടപ്പെട്ടു. അങ്ങനെ അന്നമ്മുവിൻ്റെ കഴിഞ്ഞു. പിന്നെ നെക്സ്റ്റ് ജോ കയറി. ഞാൻ കയറിയിട്ടുണ്ടായിരുന്നില്ല, കാരണം കുട്ടികൾക്ക് കയറാന്നുള്ളതിലായിരുന്നു. ഞാൻ ഇതിന് മുന്നൊക്കെ കയറിയിട്ടുണ്ട്. അങ്ങനെ വലിയൊരു പ്രാന്തൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് കയറിയില്ല. പിന്നെ ഒരാൾ കയറിയിട്ടുണ്ടല്ലോ, അപ്പോൾ ഇവരെ മാത്രം മാറ്റി ഇരുത്തിയാൽ മതിയല്ലോ എന്ന് വിചാരിച്ചു, മാറി ഇരുത്തിയാൽ മതിയല്ലോ എന്നുള്ളതുകൊണ്ട് ഞാൻ കയറിയില്ല കേട്ടോ. അങ്ങനെ നമ്മൾ ആ ഒരു ക്യാമൽ റൈഡൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ ഈ പ്രോഗ്രാമൊക്കെ നടക്കുന്നതിൻ്റെ ആ ഒരു ഇതിനുള്ളിലോട്ട് നമ്മൾ കയറി കേട്ടോ.
അപ്പോൾ വീക്കെൻഡ് അല്ലാന്ന് പറഞ്ഞാലും ഇപ്പോൾ ഒരു വിൻ്റർ സീസൺ, ഈ വിൻ്റർ ടൈമൊക്കെ ആയതുകൊണ്ട് എന്തായാലും ഇവിടെ ഒരുപാട് ടൂറിസ്റ്റുകളും കാര്യങ്ങളൊക്കെ വരുന്ന ഒരു സമയമാണല്ലോ. അതുകൊണ്ട് ചെറിയൊരു തിരക്കൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ നല്ലൊരു സ്ഥലമൊക്കെ നോക്കി പിടിക്കാമെന്നൊക്കെ വിചാരിച്ചിട്ട് പിന്നെ നമ്മൾ കുറച്ച് നേരം തന്നെ ഇരുട്ടി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ നടക്കുകയാണ് കേട്ടോ. അങ്ങനെ അങ്ങനെ നടന്ന് അവിടെ എന്തൊക്കെ ഉണ്ടെന്നൊക്കെ നോക്കുകയാണ്. അങ്ങനെ നമുക്ക് ഒരു സ്ഥലമൊക്കെ കണ്ടു. അത് കഴിഞ്ഞപ്പോൾ അവിടെ ഇങ്ങനെ ഫ്രീ ആയിട്ട് ഇങ്ങനെ മെഹന്തി പെയിൻറ്റിങ് ഉണ്ടായിരിക്കുമല്ലോ. വലിയ ഡിസൈനിലൊന്നും ഇട്ട് തരില്ല, ഈ ഒരു ഫ്ലവർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇനി നമ്മൾ എന്താ പറയുക, എക്സ്ട്രാ പേയ്മെൻറ്റ് നടത്തിയിട്ടാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ഭംഗിയായിട്ട് അവർ പെയിൻറ്റ് ചെയ്ത് തരും. ഇതിപ്പോൾ നമുക്ക് ഫ്രീ ആയിട്ട് അവിടെ നിന്ന് ഇട്ട് തരുന്നതുകൊണ്ട്, ഫ്രീ ആയതുകൊണ്ട് അതുപോലെയുള്ള ഒരു ഭംഗിയിലഞ്ഞി അവർ ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ സ്ഥലങ്ങളിലൊക്കെ വന്ന് നമ്മളിരുന്നു. അപ്പോൾ വെള്ളം നമുക്ക് ഇഷ്ടം പോലെ ബോട്ടിൽ നമുക്ക് അവിടുന്ന് ഫ്രീ ആയിട്ട് എടുക്കാം കേട്ടോ. വെള്ളം നമുക്ക് എക്സ്ട്രാ ചാർജ് ഇല്ല, നമുക്ക് ഫ്രീ ആയിട്ട് അവിടുന്ന് എത്ര ബോട്ടിൽസ് വേണമെങ്കിലും നമുക്ക് എടുക്കാം. അപ്പോൾ കുട്ടികൾക്ക് ഇനി എന്തെങ്കിലും കഴിക്കാനായിട്ട് എക്സ്ട്രാ ഇനി അല്ലെങ്കിൽ നമുക്ക് ഇവിടുത്തെ ഫുഡ് നമുക്ക് ഫ്രീ ആണെങ്കിലും എല്ലാം പ്രോഗ്രാം കഴിഞ്ഞിട്ട് ലാസ്റ്റിലാണല്ലോ അപ്പോൾ കിട്ടുക. അപ്പോൾ കുറച്ച് നേരം ഉള്ളതുകൊണ്ട് അവർക്ക് എന്തെങ്കിലും കഴിക്കാനായിട്ട് വാങ്ങിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഫ്രഞ്ച് ഫ്രൈസും വേറെ ഒന്നുമില്ല, അങ്ങനെ ഫ്രൈസ് മാത്രം ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ വെള്ളമൊക്കെ എടുത്തുകൊണ്ട് വന്നപ്പോൾ ഈ ബോട്ടിലുകൾ വെച്ചിട്ടായിരുന്നു പിന്നെ അവരുടെ കളി. പക്ഷെ വിചാരിച്ചത്ര തണുപ്പൊന്നും ഉണ്ടായിരുന്നില്ല. അതെന്താ കാരണം എന്നറിയില്ല, തണുപ്പ് കുറവായിരുന്നു. അപ്പോൾ നമുക്ക് സമോസ എടുത്തിട്ടുണ്ടായിരുന്നു, അത് ഞാൻ മറന്നുപോയി. പിന്നെ കുട്ടികൾക്ക് ഫ്രഞ്ച് ഫ്രൈസും. ഉച്ചയ്ക്ക് ഇറങ്ങിയതുകൊണ്ട് നമ്മൾ കുട്ടികൾക്ക് അങ്ങനെ കാര്യമായിട്ട് ഫുഡൊന്നും ചോറൊന്നും അവരങ്ങനെ അധികം കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഫ്രൈസൊക്കെ കണ്ടപ്പോൾ പിന്നെ ഒരാൾ എഴുന്നേറ്റ് നിന്ന് കഴിക്കുകയാണ് കേട്ടോ. ഇരുന്ന് കഴിച്ച് കഴിഞ്ഞാൽ ഇനി ജോ കൂടുതലെടുക്കും, അവൾക്ക് കുറവ് കിട്ടിയാലോ എന്ന് വിചാരിച്ചിട്ട് എണീറ്റൊക്കെ നിന്ന് കഴിക്കുകയാണ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും നന്നായി ഇരുട്ടി തുടങ്ങി. അപ്പോഴേക്കും പിന്നെ എല്ലാവരും ഈ പ്രോഗ്രാം നടക്കുന്ന അതിൻ്റെ ആ ഒരു ഭാഗത്തൊക്കെ എല്ലാവരും ഇരുന്നു. അങ്ങനെ ആ ഒരു പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാനുള്ള ആ ഒരു ടൈമൊക്കെ അങ്ങനെ ആയി തുടങ്ങി. അതായത് ഇപ്പോൾ ഒരു 7 o'clock ഒക്കെ ആയി കഴിഞ്ഞപ്പോഴാണ് അവിടെ ശരിക്കും അവിടുത്തെ ഇതുകളൊക്കെ സ്റ്റാർട്ട് ചെയ്തത്. നമ്മളൊരു 6 മണി കഴിഞ്ഞപ്പോഴേക്കും പിന്നെ നമുക്ക് വേറെ പ്രത്യേകിച്ച് അവിടെ വേറെ ആക്ടിവിറ്റീസ് നമ്മൾ ചെയ്യാത്ത തന്നെ നമുക്ക് വേറെ കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ വേഗം തന്നെ ഇവിടെ വന്നിരുന്നതായിരുന്നു കേട്ടോ. അപ്പോൾ ഫ്രൈസ് ആണെങ്കിലും കുട്ടികൾക്ക് കുറച്ച് കഴിച്ച് കഴിഞ്ഞപ്പോഴേക്കും അവർ ഈ ബോട്ടിൽസ് കണ്ടപ്പോൾ അതുകളെ എല്ലാ ബോട്ടിൽസും നിരത്തി വയ്ക്കുക, എന്നിട്ട് പിന്നെ അതിനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി കളിക്കുക. ഇതായിരുന്നു അവരുടെ മെയിനായിട്ടുണ്ടായിരുന്ന പണി. പിന്നെ നമുക്ക് കഴിക്കാനായിട്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്ന സമൂസയാണെങ്കിലും അത് നമ്മുടെ നാട്ടിലത്തെ ആ ഒരു ടേസ്റ്റ് അല്ല, വേറൊരു ടേസ്റ്റാണ്. പക്ഷെ എന്നാലും കുഴപ്പമുണ്ടായിരുന്നില്ല. ഞാൻ വിചാരിച്ചു കണ്ടപ്പോൾ അങ്ങനെ ആ ഒരു ചെറിയ നമ്മുടെ നാട്ടിലൊക്കെ കിട്ടുന്ന പോലത്തെ ആ ഒരു സമൂസ അല്ലാത്തതുകൊണ്ട് ഞാൻ കഴിക്കില്ല എന്നുണ്ടായിരുന്നു. പക്ഷേ ടേസ്റ്റ് ചെയ്തപ്പോൾ കുഴപ്പമില്ല. പക്ഷെ നല്ലോണം ഓയിലുണ്ടായിരുന്നു, അതായിരുന്നു ഒരു വിഷമം. അല്ലാതെ കഴിക്കുമ്പോൾ ടേസ്റ്റ് കുഴപ്പമില്ലായിരുന്നു. പിന്നെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മളെപ്പോൾ പ്രോഗ്രാം സ്റ്റാർട്ടാവും എന്നിങ്ങനെ നോക്കിയിരിക്കുകയാണ്. പിന്നെ അധികം പ്രോഗ്രാമൊന്നും ഉണ്ടാവില്ലല്ലോ, 1, 2, 3 അത്ര ആക്ടിവിറ്റീസ് ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് അവരുടെ ആ ഒരു ടൈം ആവാൻ വേണ്ടി അവരിങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ട് സമയമാവാൻ വേണ്ടി ഇങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഫസ്റ്റ് ഒരു പ്രോഗ്രാം അങ്ങനെ തുടങ്ങി. ഇതൊക്കെ തന്നെയായിരിക്കും ഒട്ടുമിക്ക എല്ലാ ഡെസേർട്ട് സഫാരിക്കും നമ്മൾ സാധാരണയായിട്ട് കാണുന്നത്. അതിൻ്റെ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെയുള്ള കുറച്ച് മാറ്റങ്ങളായിരിക്കും സാധാരണ എപ്പോഴും ഉണ്ടാവുക. അങ്ങനെ ആദ്യത്തെ ഡാൻസൊക്കെ എല്ലാവരും നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും അവർ സമ്മതിക്കണം, അത് കാണുമ്പോൾ നമുക്ക് എത്രത്തോളം പ്രാക്ടീസ് ആയിരിക്കില്ലേ. അതിങ്ങനെ ആളങ്ങനെ നിന്നിട്ടില്ല, ഫുള്ളിങ്ങനെ റൗണ്ട് ചെയ്തിട്ടാണ് ഈ ഒരു ഡാൻസ് മുഴുവൻ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിന് ഓരോ തീമും ഒരു സ്റ്റോറിയൊക്കെ പറയുന്നുണ്ട് അതിനിടയിൽ കൂടെ. നമുക്കതിൻ്റെ ആ ഒരു പാട്ടിൻ്റെ അർത്ഥമൊന്നും മനസ്സിലാവാത്താനും ശരിക്കും മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. പക്ഷേ അങ്ങനെ ഒരു അമ്മയും കുട്ടിയും എന്നൊക്കെ ഉള്ള രീതിയിലൊക്കെ ആക്ഷനും കൈകൊണ്ടൊക്കെ കാണിച്ചിട്ടായിരുന്നു ആ ഒരു ഡാൻസ് കാണിക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നീട് ഉണ്ടായിരുന്നതാണ് ഈ ഒരു പിന്നത്തെ ഈ ഒരു ഫയർ ഡാൻസ്. ഇതൊക്കെ തന്നെയായിരിക്കും സാധാരണ ഇപ്പോഴും നമ്മൾ ഡെസേർട്ട് സഫാരിക്ക് പോകുമ്പോൾ കാണുന്നത്. അപ്പോൾ അതിൻ്റെ ഫയർ ഡാൻസിൻ്റെ ഭാഗങ്ങളാണ് പിന്നെ ഈ കാണുന്നത്. ചെറുതായിട്ട് കോൾഡൊക്കെ വന്നിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതുകൊണ്ട് വോയിസ് ഇപ്പോഴും ശരിയായിട്ടില്ല. അതിൻ്റെ കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളുണ്ട്. അതുകൊണ്ടാണ് ഇടയ്ക്ക് ഇങ്ങനെ ഒരു തൊണ്ടയിൽ ഇങ്ങനെ ഒരു കിച്ച് കിച്ച് പോലെ ഇങ്ങനെ ഫീൽ ചെയ്യുന്നത്. അങ്ങനെ ഡാൻസിൻ്റെ ആ ഒരു പ്രോഗ്രാമിൻ്റെ പല വെറൈറ്റി ഫയർ ഡാൻസിൻ്റെ ഓരോ സ്റ്റെപ്പും അല്ലെങ്കിൽ ഓരോ ഘട്ടങ്ങളാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഫസ്റ്റത്തെ കഴിഞ്ഞു, പിന്നെ നെക്സ്റ്റ് ഇതൊരു ശരിക്കൊരു കയറ് പോലെ അങ്ങനെ എന്തോ ഒരു സംഭവത്തിലാണ് ഈ ഒരു ഫയർ ആക്കിയിട്ടുള്ളത്. അതിൻ്റെ ആ ഒരു എന്താ പറയുക, ഫയറിൻ്റെ ആ ഒരു
സാധനമാണ് അതിൻ്റെ സൈഡിലിങ്ങനെ ആ ഒരു താഴെ ഇങ്ങനെ അറ്റത്ത് ഇങ്ങനെ വെച്ചിട്ടുള്ളത് കാണുന്നത്. അപ്പോൾ അതിങ്ങനെ ഫുള്ളിങ്ങനെ ചുറ്റിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ആ ഫയർ ഡാൻസും കൂടി കഴിഞ്ഞപ്പോഴാണ് നമ്മളുടെ ഫുഡ് കൗണ്ടർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഫുഡ് ബുഫേ ആയിരിക്കുമല്ലോ സാധാരണ എപ്പോഴും, ഫ്രീ ആയിട്ടാണ്. അപ്പോൾ നമുക്ക് ഫുഡ് പോയിട്ട് എടുക്കാമെന്നുള്ളതിൽ പറഞ്ഞു. അപ്പോൾ ഫുഡ് കാര്യമായിട്ടുള്ള ഓപ്ഷൻസ് ഒന്നുമില്ല, ഫ്രീ ഫുഡാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫ്രീ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇങ്ങോട്ട് വരുന്നതിനുള്ള വേറെ ഇത് എല്ലാതും ആ ഒരു ടിക്കറ്റിൽ ആ ഒരു പ്രൈസിൽ ഇൻക്ലൂഡ് ആണല്ലോ. അപ്പോൾ ബിരിയാണി ഉണ്ടായിരുന്നു, പിന്നെ നൂഡിൽസും ഉണ്ടായിരുന്നു, പിന്നെ ചിക്കനാണ് അവിടെ വേറെ ഒരു ടേസ്റ്റുള്ള സാധനം. പക്ഷേ ചിക്കൻ മാത്രം അവിടെ നിന്ന് അവർ തന്നെ നമുക്ക് ഓരോ പീസ് മാത്രം നമുക്ക് ഇട്ട് തരുള്ളൂ. അപ്പോൾ നൂഡിൽസും അല്ലെങ്കിൽ ബിരിയാണി മാത്രമാണ് നമുക്ക് എത്രത്തോളം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാൻ പറ്റുന്നത്. അപ്പോൾ അതൊക്കെ എന്തായാലും ഫ്രീ ഫുഡായിട്ട് കിട്ടുമ്പോൾ നമ്മൾ കഴിക്കണമല്ലോ എന്ന് വിചാരിച്ച് കഴിക്കുകയാണ്. അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ കുറച്ച് ഫുഡൊക്കെ കഴിച്ചു. ഇനി നമ്മൾ വീട്ടിലേക്ക് എത്തുമ്പോൾ ഒരുപാട് ലേറ്റ് ആവില്ല. അപ്പോൾ കുട്ടികൾക്ക് ഇനി അവിടെ വീട്ടിലെത്തിയിട്ട് അവർ ഫുഡ് കഴിക്കില്ല എന്ന് നമുക്ക് ഉറപ്പില്ല. അതുകൊണ്ട് തന്നെ ഇവിടുന്ന് അവരെ കൊണ്ട് മാക്സിമം നമ്മൾ കഴിപ്പിക്കാനായിട്ട് നോക്കുമായിരുന്നു. അങ്ങനെ നമ്മുടെ ഫുഡ് അടിക്ക് കഴിഞ്ഞപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്തിരുന്നിരുന്ന നമ്മുടെ മെയിനായിട്ടുള്ള ബെല്ലി ഡാൻസ് അങ്ങനെ തുടങ്ങി കേട്ടോ. ഫുഡ് കഴിഞ്ഞതിന് ശേഷമായിരുന്നു. അപ്പോൾ ഇതായിരുന്നു ലാസ്റ്റ് പ്രോഗ്രാം. ഞാൻ വിചാരിച്ചു സത്യത്തിൽ നമ്മുടെ ആ ഒരു ഫുഡൊക്കെ തന്ന് കഴിഞ്ഞപ്പോൾ എല്ലാ ആക്ടിവിറ്റീസും എല്ലാ പ്രോഗ്രാമും കഴിഞ്ഞു എന്ന് വിചാരിച്ചു. കാരണം നമ്മൾ ലാസ്റ്റ് ഇതുപോലെ ഡെസേർട്ട് സഫാരിക്ക് പോയിട്ടുണ്ടായിരുന്നപ്പോൾ അന്ന് ഈ ബെല്ലി ഡാൻസ് ഉണ്ടായിരുന്നില്ല. അത് വേറെ ഒന്നുകൊണ്ടല്ല, നമ്മുടെ ഈ നോമ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടാണ് നമ്മൾ ഡെസേർട്ട് സഫാരിക്ക് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവരോട് ചോദിച്ചപ്പോൾ പറഞ്ഞു നമ്മുടെ ഈ നോമ്പിൻ്റെ സമയത്ത് ബെല്ലി ഡാൻസ് ഉണ്ടാവില്ല എന്നുള്ളത്. അപ്പോൾ ഇത് അങ്ങനെയാവുമെന്ന് വിചാരിച്ചു. ഇത് നമ്മൾ അത് നോമ്പിന് സ്റ്റാർട്ട് ചെയ്യുന്നതിനേക്കാളും മുന്നാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ രാത്രിയിൽ ഈ ഡെസേർട്ടിൻ്റെ ഭാഗം നമ്മൾ ഒരിക്കലും കാണാത്തതാണല്ലോ. പക്ഷെ നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട്, നല്ല ക്ലിയർ സ്കൈ ആയിരുന്നു. പക്ഷേ ഈ ഫോണിലായതുകൊണ്ട് അത്ര ക്ലാരിറ്റി ഇല്ല, പക്ഷെ നമുക്ക് നേരിട്ട് കാണുമ്പോൾ നല്ല ഭംഗിയായിരുന്നു കേട്ടോ അവിടെ കാണാനായിട്ട്. അങ്ങനെ വരുമ്പോൾ നമുക്ക് ചെറുതായിട്ട് പണി കിട്ടിയ പോലെ തിരിച്ചു പോകുമ്പോഴും ചെറിയൊരു പണി കിട്ടിയിട്ടുണ്ടായിരുന്നു. വണ്ടി ഈ എന്താ പറയുക മണ്ണിൻ്റെ ഇടയിലേക്ക് അതിൻ്റെ ടയർ താഴ്ന്നു പോയി. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഡെസേർട്ട് സഫാരിയുടെ ഏറ്റവും ഒരു പോയതിൻ്റെ ആ ഒരു ഇത് ഇഷ്ടപ്പെടാണ്ടിരുന്നതിൻ്റെ മെയിൻ കാര്യം ഇവരുടെ ആ ഒരു കൊണ്ടുപോയ ഒരു രീതിയൊന്നും അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ലായിരുന്നു. കാരണം ഇവർ ഈ ഡെസേർട്ടിൽ എന്നും പോകുന്നതായിട്ട് നമുക്ക് ഇതുപോലെ പണി കിട്ടി. അപ്പോൾ ദുബായിലുള്ള ഡെസേർട്ട് സഫാരിക്ക് നമ്മൾ ഇതിന് മുന്നേ പോയിട്ടുള്ളപ്പോഴൊക്കെ പോയിട്ടുണ്ടെങ്കിലും ഇതുപോലെയുള്ള ഒരു അനുഭവം ഇത് ആദ്യമായിട്ടാണ്. അങ്ങനെ എന്തായാലും അവിടെ നിന്ന് നമ്മൾ ഇറങ്ങി പിന്നെ നമ്മൾ വീട്ടിലോട്ട് പോയി. അപ്പോൾ എല്ലാ വീഡിയോസിലും പറയുന്ന പോലെ ഈ ഒരു കുഞ്ഞു വീഡിയോയും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ.